1997 2012 കാലയളവിൽ ജനിച്ചവരെയാണ് ഈ ജെൻസി എന്ന് വിശേഷിപ്പിക്കുക എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ എന്തിന് തെരുവിലിറങ്ങി സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നു? അതിൻ്റെ കാരണം ഈ നേപ്പാളിൽ സർക്കാർ ഒരു മണ്ടത്തരം ചെയ്തു. 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അങ്ങ് നിരോധിച്ചു. അപ്പോൾ അതിനെ സർക്കാർ പല കാരണങ്ങളുണ്ടായിരുന്നു. അത് ദേശീയ സുരക്ഷയ്ക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ പിന്നീട് ഈ പുതിയ തലമുറ, ഈ യുവതി യുവാക്കൾ, അവരിപ്പോൾ എല്ലാവരും ഈ മൊബൈലും കൊണ്ട് നടക്കുന്നവരാണല്ലോ, അവർ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭം ആരംഭിച്ചു. ചെറിയ രീതിയിൽ തുടങ്ങിയത് പിന്നെ നിയന്ത്രണരഹിതമായി വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഒരു സോഷ്യൽ മീഡിയ ഒക്കെ നിരോധിച്ചതിൻ്റെ പേരിൽ ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടാവും? സാധ്യതയുണ്ട്. നമ്മുടെ കേരളം തന്നെ അതൊരു അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ബുൾജെറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഒരു യൂട്യൂബർമാർക്കെതിരെ നിരോധിച്ചപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇവിടെ സർക്കാരിനെ കേരളം കത്തിച്ച് കളയും, കേരളം ചാകാൻ പോണു, കത്താൻ പോണു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയ വിദ്വാൻമാർ നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇതൊക്കെ തന്നെ.